ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ചട്ടിപ്പത്തിരിയാണ്. നമുക്കതിനുള്ള ഫില്ലിങ്സ് ആദ്യമേ റെഡിയാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവോള ഇതെല്ലാം ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കുറച്ച് ഉപ്പും ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒരു വിധം വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചച്ചൊവയെല്ലാം മാറി വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എല്ലിലെടുത്ത ചിക്കൻ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് വേവിച്ചത് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഒത്തിരി അരഞ്ഞു പോകരുത്. ഈ ചിക്കനകത്ത് ഈ മസാലയെല്ലാം പിടിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ചട്ടിപ്പത്തിരിക്കുള്ള മാവ് റെഡിയാക്കാം. നമ്മൾ മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട. ഗോതമ്പ് പൊടിക്കകത്ത് കുറച്ച് ഉപ്പും ഇട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ദോശ ചുടാം. ദോശ ചുടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചട്ടിപ്പാത്രത്തിൻ്റെ അതേ വലുപ്പത്തിലുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്കതിന് ശേഷം 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനകത്ത് കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാനിനകത്ത് കുറച്ച് നെയ്യ് തടവിയിട്ട് ഒരു ദോശ ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് മുട്ട നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് അടുത്ത ദോശ അതേപോലെ വെച്ച് മുട്ട സ്പ്രെഡ് ചെയ്തിട്ട് ഫില്ലിങ്ങും വെച്ച് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു 8 ദോശയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ സൈഡിലും മേലെ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു അടച്ച് വെച്ച് സിമ്മിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. എന്നിട്ട് മറിച്ചിട്ട് ഈ സൈഡും കൂടി ഒന്ന് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. എന്തായാലും നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ചട്ടിപ്പത്തിരി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ലെയറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്.